നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നേ കുറച്ച് സർക്യൂട്ട്സുകളൊക്കെ എടുത്തപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒരു പവർ ഫാക്ടർ കറക്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇതിൽ അറിയാവുന്ന തോന്നുന്നു. പവർ ഫാക്ടർ PFC എന്നൊക്കെ പറയുന്ന, പ്രത്യേകിച്ച് കമ്പനി ഓണേഴ്സും അതേപോലെ തന്നെ കമ്പനി ഉള്ളവരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യമാണ് പവർ ഫാക്ടർ കറക്ഷൻ. ഇത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷേ നമ്മൾ വീടുകളിൽ ഈ സംഭവം പവർ ഫാക്ടർ കറക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ശരിക്കും അത് റിക്വയർമെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ശരിക്കും പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പവർ ഫാക്ടർ കറക്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു കോസ്റ്റ് വൈസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എഫിഷ്യൻസി ഇൻ ടേംസിൽ പറയുന്നത് ശരിക്കും പവർ ഫാക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പവറിനെ എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനെ നമ്മൾ, അതായത് പവറിനെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിയും ഐയും ഇൻറ്റു കോസ് ഫൈ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ കോസ് ഫൈ എന്നുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ പവർ ഫാക്ടർ. ഓക്കെ, അതായത് റിയൽ പവർ, അപ്പാരൻറ്റ് പവർ, അതേപോലെ റിയാക്റ്റീവ് പവർ എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ഇതുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എന്താണെന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. സോ അതിൽ നമ്മുടെ ഈ റിയാക്റ്റീവ് പവർ എപ്പോഴും കുറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി നമുക്ക് നല്ലതായിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ മോട്ടർ, അതായത് ഇൻഡക്റ്റീവ് ലോഡുകൾ ഈ ഒരു കപ്പാസിറ്റർ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ആ ഒരു ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് വലിച്ച് ഈ ട്രാൻസ്മിഷൻ ലൈനിന് കുറേ ലോസ് ഉണ്ടാകും. സോ ഇത് KCB ലൈനിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ KCB അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇത് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കത് കുറേ നഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ പവർ ഫാക്ടർ കുറവാണെന്ന് പറഞ്ഞത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എപ്പോഴും ഇൻഡസ്ട്രികൾക്ക് കൊടുക്കുന്ന ഒരിത്. കാരണം ഒരുപാട് ഇൻഡസ്ട്രികൾ ഫൈൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പവർ ഫാക്ടർ കുറവാണ്. അതുകൊണ്ട് APFC പാനൽ, ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പോൾ ആ ഒരു പാനലിൻ്റെ ധർമ്മം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അത് ഈ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്വിച്ചിങ് റിലേ വഴി സംഭവം വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് വിടും, ബാലൻസ് ചെയ്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ അല്ലെങ്കിൽ 0.9 മേലെയാക്കുക ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീടുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പവർ ഫാക്ടർ ഏകദേശം വളരെ കുറവായിരിക്കും. 0.65 to മാക്സിമം 0.85 ഒക്കെ ഉള്ളൂ. നമ്മുടെ ഇൻവെർട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ 0.85 പവർ ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ UPSന് ശരിക്കും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ടു 1 പറയുക. ഇൻവെർട്ടേഴ്സിൻ്റെ, അത് ഓഫ്ലൈൻ ഇൻവെർട്ടേഴ്സിൻ്റെ അല്ല, നമ്മൾ വീട്ടുകളിൽ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിനൊക്കെ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 0.85 സംതിങ് ആണ് മാക്സിമം ഒക്കെ വരുന്നുള്ളൂ. സോ പവർ ഫാക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാം പറയുകയാണേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത് ശരിക്കും റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡുകൾ കൂടുതലും റെസിസ്റ്റീവ് ലോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ് കാര്യങ്ങളൊക്കെ ഇൻകാൻഡസൻറ്റ് ബൾബുകൾ, സാധാരണ നോർമൽ ഈ റെസിസ്റ്റീവ് ലോഡായിരുന്നു. റെസിസ്റ്റീവ് ആയിട്ടുള്ള ബൾബ്, അത് ഹീറ്റിംഗ് എലമെൻറ്റ് കത്തിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളുമായിരുന്നു. കൂടുതൽ വന്ന് ഇൻഡക്റ്റീവായിട്ട് വരുന്ന നമ്മുടെ മോട്ടർ, മിക്സി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാഷിംഗ് മെഷീനായി, മോട്ടറായി, മിക്സിയായി, പലതരത്തിലുള്ള ഇൻഡക്റ്റീവ് ലോഡുകളായി. അതോടൊപ്പം തന്നെ നമ്മുടെ LED ബൾബുകളോട്ടായി. ഇപ്പോൾ LED ബൾബ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റീവ് ലോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഐദർ ഒരു ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ലോഡ് ആയിട്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ആഡഡ് ഇതായി ഇപ്പോൾ നമ്മുടെ ലൈഫിലോട്ട് വന്നപ്പം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഹോം അപ്ലയൻസസിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ പവർ ഫാക്ടർ കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 വാട്ടോ 18 വാട്ടോ ഉള്ള ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു ചെയ്യുന്ന കാര്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ വോൾട്ടേജിനെ കുറച്ചുകൊണ്ട് വരിക. ഒരു കപ്പാസിറ്റർ വെച്ചിട്ട്, ഒരു പുളിസ്റ്റർ കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബോക്സ് കപ്പാസിറ്ററോ, അപ്പോൾ അത് തമ്മിലുള്ള കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൊണ്ട് വന്നിട്ട് എന്താ പറയുന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വഴി കടത്തിവിട്ട് DC ആക്കി കപ്പാസിറ്ററിനെ ഫിൽട്ടർ ചെയ്ത് സംഭവം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ടേജ് റിഡക്ഷൻ, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. സോ അപ്പം ആ ഒരു കപ്പാസിറ്റർ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുന്നത്, ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മിക്കവാറും ഒരു 2.2 മൈക്രോ ഫാരഡോ സംതിങ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറുമ്പോൾ, ഇൻ കേസ് ആ കപ്പാസിറ്റർ ഫെയിൽ ആയാലും ഈ സർക്യൂട്ട് വർക്ക് ചെയ്യും. കാരണം അതിൻ്റെ ഇതങ്ങനെയാണ് പാരലായിട്ടായിട്ടിരിക്കുന്നത്. അപ്പം ലോ കോസ്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്ററും
അതിൻ്റെ പാരലായിട്ട് ഒരു കപ്പാസിറ്ററുമാണ് ഇടുന്നത്. ഹൈ എൻഡ് സപ്ലൈസിലാണെങ്കിൽ ആ റെസിസ്റ്ററിന് പകരം അവിടെ ഒരു ഇൻഡക്ടറും കൂടെ കൊടുക്കും. ഇൻഡക്ടർ റെസിസ്റ്ററിന് പകരം ഇൻഡക്ടർ ആയിരിക്കും കൊടുക്കുക, പിന്നെ ഒരു കപ്പാസിറ്റർ ആയിരിക്കും ഉണ്ടാകുക. ഇത് സർക്യൂട്ടുകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൻ്റെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 18 വാട്ട് അല്ലെങ്കിൽ 20 വാട്ട് എന്നുള്ള ഓട്ടോമാറ്റിക്കലി കൂടാൻ തുടങ്ങും. സോ വാട്ടേജ് എന്താ പറയുന്നത് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. സോ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പവർ ഫാക്ടർ എത്ര നന്നാവുന്നു അത്രത്തോളം നമുക്ക് കറണ്ട് കൺസപ്ഷൻ, അതായത് നമ്മുടെ ഈ എനർജിയുടെ എഫിഷ്യൻസി കൂടുതൽ ബെറ്റർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കപ്പാസിറ്റർ ഫെയിലിയറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പവർ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. കൂടുതൽ നമ്മൾ LED-കളിൽ ഉപയോഗിക്കുന്ന LED-യിൽ നിങ്ങൾ ആദ്യം തന്നെ തുറന്നു നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞ ഒരു ബ്രൗൺ കളറുള്ള ഒരു കപ്പാസിറ്റർ ഇല്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട്, അത് വോൾട്ടേജ് റിഡക്ഷൻ ചെയ്തിട്ട് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റും തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ പവർ ഫാക്ടർ കൂടിയും കുറഞ്ഞും വരുന്നതാണ്. അതിനനുസരിച്ച് വാട്ടേജിൻ്റെയും ബ്രൈറ്റ്നസിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് LED-യുടെ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ കാര്യങ്ങൾ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ആ ഒരു കപ്പാസിറ്റർ ഇതുണ്ട്. പക്ഷേ ഇൻഡസ്ട്രികൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പോളിസ്റ്റർ കപ്പാസിറ്റർ ആയിരിക്കത്തില്ല, ഈ ബ്ലൂ നിറത്തിൽ കാണുന്നില്ല, ഇതേപോലെ ഒരു ബോക്സ് കപ്പാസിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ബോക്സ് കപ്പാസിറ്ററിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് കപ്പാസിറ്റർ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഈ ലോസ് കുറച്ചുകൂടെ ബെറ്റർ എഫിഷ്യൻസി, ഓക്കെ, ഹാർമോണിക്സ് കുറയ്ക്കുക, ബെറ്റർ എഫിഷ്യൻ്റ് ആക്കുക, അങ്ങനെയുള്ള സാധനം. ഞാൻ പറഞ്ഞ പോലെ ഈ ആദ്യം ലൈൻ സപ്ലൈ വരുന്നു, ഇവിടെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, APFCയുടെ കറക്ഷൻ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഇത് പാരലായിട്ട് നേരെ ഇൻഡക്ടറി വരും. ഇവിടെ നേരത്തെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക, റെസിസ്റ്ററും കപ്പാസിറ്ററും പാരൽ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഈ കപ്പാസിറ്റർ ഫെയിൽ ആയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം ഇത് പാരലാണ്, ഈ ഫ്യൂസിന് നേരെ പാരലായിട്ടാണ് ഈ കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ ഫെയിൽ ആയി എന്ന് വെച്ചുകൊണ്ട് ഈ സർക്യൂട്ട് വർക്ക് ആവാതിരിക്കത്തില്ല. സോ പക്ഷേ നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, കാരണം പവർ ഫാക്ടർ ഇവിടെ ലോ ആയതുകൊണ്ട് തന്നെ പവർ നമുക്ക്, അതായത് എഫിഷ്യൻസി ഇതിൻ്റെ കുറയാൻ തുടങ്ങും. ഇതിപ്പോൾ ഒരു 85% എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെയും ഈ പറഞ്ഞ പോലെ ഇൻഡക്ടർ കോയിലിൻ്റെയും ആയിരിക്കും. പക്ഷേ ആ സംഭവം ഫെയിൽ ആയി കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞ പോലെ എഫിഷ്യൻസി കുറയാൻ തുടങ്ങും, നമ്മളത് ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല, അപ്പോൾ ഈ കറണ്ട് കൺസപ്ഷൻ കൂടുകയും ചെയ്യും. നമ്മൾ വീടുകളിൽ അതേപോലെ തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റിൻ്റെ ചോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈസ് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് അത് ഇതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എനർജി കൺസപ്ഷൻ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ സർക്യൂട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പോണൻസ് ഫെയിലിയർ ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. സോ ഇതാണ് പവർ ഫാക്ടറിനെ പറ്റിയുള്ള ജസ്റ്റ് ചെറിയൊരു ബ്രീഫിംഗ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു സംഭവമാണ്. അതിൻ്റെ റിയാക്റ്റീവ് പവർ, അപ്പാരൻ്റ് പവർ, അതിൻ്റെ ആംഗിൾ, അതിൻ്റെ കോസ് എന്നുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു വലിയൊരു ടോപ്പിക്സ് തന്നെയാണിത്. ഞാനത് പിന്നീട് ഒരു വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കുറേ സർക്യൂട്ടുകൾ ഇങ്ങനെ നോക്കിയപ്പം ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി. ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ പവർ ഫാക്ടർ കറക്ഷൻ ശരിക്കും വേണോ വേണ്ടോ എന്നുള്ള ആ ഒരു കാര്യം. ഓക്കെ, നേരത്തെ ഇതായിരുന്നു വേണ്ടിയിരുന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് സർക്യൂട്ട് ആഡ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് ബോധർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ഇത് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഈ ഒരു ഡിവൈസൊക്കെ ഇറങ്ങുന്നുണ്ട്, എന്താ പറയുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് ഡിവൈസ്, അതെന്നാൽ മോസ്കിറ്റോ കില്ലർ പോലുള്ള സാധനം കുത്തി കഴിഞ്ഞാൽ പുറപ്പെട്ട്, അതൊക്കെ വെറുതെയാണ്. അതൊന്നും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ വെറുതെയാണ്. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞ് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് പവർ ഫാക്ടർ വലിയ കറക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ, നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ വീടുകളിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ നിങ്ങൾ എന്താ പറയുന്നത് ഒരു ഇത് ചെയ്യുക. ഒരുപാട് പേര് VLDC ഫാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ചാത്തൻ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. അതല്ല, നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ കാര്യങ്ങളും അത്യാവശ്യം റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇങ്ങനെയൊരു കേസസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആഡ് ചെയ്യും തോറും പവർ ഫാക്ടർ വ്യത്യാസപ്പെടും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കാരണം ലോഡ് മാറുവാണ്. റെസിസ്റ്റീവിൽ നിന്നും എന്താ പറയുന്നത് ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് അല്ലെ പ്യൂർ കപ്പാസിറ്റീവ്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് ഈ രീതിയിൽ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രം ഓർത്തുകൊള്ളുക. താങ്ക് യു. സൈനിങ് ഓഫ്.